ലഹരിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ ഭീതി ഉളവാക്കുന്നതാണ്. ലഹരി വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി. ലഹരി വ്യാപനത്തിൽ രക്ഷിതാക്കളിൽ ഉണ്ടായിട്ടുള്ള ഭയവും അരക്ഷിതാവസ്ഥയും മാറ്റിയെടുക്കണമെന്നും ഈ കാര്യത്തിനായി വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാകണമെന്നും നിലവിലെ നിയമത്തിലെ അപര്യാപ്തതകൾ ഒഴിവാക്കി പ്രതികൾ രക്ഷപ്പെടാനുള്ള പഴുതുകളടച്ചുള്ള ശക്തമായ നിയമ ഭേദഗതികൾ കൊണ്ടുവരണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ലഹരി വ്യാപനത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ധർണയിലെ ചില ഭാഗങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ നാം കണ്ടു റൂവറിക്ക് അനുമതി നൽകി കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുവാനുള്ള ശ്രമമാണ് ഒരു ഭാഗം നാം നടത്തുന്നത്. നമുക്കറിയാം കുട്ടികളിൽ വിൽപ്പന നടത്തുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ്. പണ്ട് നാം കേട്ടിട്ടുണ്ട് കഞ്ചാവ് വലിക്കുന്ന വലിയ കുഴപ്പമാണ് എന്ന് നാം എല്ലാം കുഞ്ഞുനാളിൽ മുതൽ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ കഞ്ചാവ് ഏറ്റവും മികച്ച നിലവാരമുള്ള ഏറ്റവും നല്ല മാർഗോടുകൂടി പഠിക്കുന്ന കേരളത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനമാണ് പോളിടെക്നിക്കുകളിൽ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്ക്. ആ ഗവൺമെന്റ് പോളിടെക്നിക് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ സർക്കാരിന്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന വിദ്യാർത്ഥി സംഘടന. ആ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരു കോളേജ് യൂണിയൻ, ആ കോളേജ് യൂണിയന്റെ നേതാക്കൾ, അതുപോലെ തന്നെ എത്ര അളവിൽ കവിഞ്ഞ കഞ്ചാവ് സൂക്ഷിച്ച് അവരുടെ വാസസ്ഥലത്ത് നിന്ന് അവരുടെ ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം പോലും കേരളത്തിലുണ്ടായി. അപ്പൊ കഞ്ചാവ് ഒരു സുലഭമായ ഓപ്പിയം പോലുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ പെട്രോളിലുണ്ടാകുന്ന കൊക്കൈൻ പോലുള്ള മാരകമായ രാസവാസന വസ്തുക്കൾ, ഇതെല്ലാം ഗവൺമെന്റ് അടിയന്തരമായി എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തയ്യാറായി മുന്നോട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ യുവതലമുറ നാളേക്ക് ആയുസെത്തി മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും.